ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് AKG സെൻറ്ററിൻ്റെ മുമ്പിൽ. ഞാൻ പഠിച്ച കലാലയത്തിൻ്റെ നേരിപ്പുറത്തെ സൈഡിൽ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ 1987 ഞാൻ പഠിച്ച അന്ന് തുടങ്ങിയ രാഷ്ട്രീയമാണ്. SFIയിൽ നിന്നും ആരംഭിച്ച രാഷ്ട്രീയമാണ്. അത് ഇന്നിപ്പോൾ AKG സെൻറ്ററിന് മുമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഇതിപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നൊരു നിമിഷങ്ങളാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളുടെ കേരളം. അതിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് എന്ന് നല്ല ബോധ്യമുണ്ട്. നമ്മളുടെ കേരളം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി നേടിയിട്ടുള്ള വികസനമായാലും സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷവും അത് തന്നെയാണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ എന്നെ പോലെയുള്ളവർക്ക് പോലും ഈ പ്രസ്ഥാനവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും അതിനുവേണ്ടി മുന്നോട്ട് പോകാനുമുള്ള ഊർജം ലഭിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെയാണ്. കാരണം തിരുവനന്തപുരത്ത് ജനിച്ച് തിരുവനന്തപുരത്ത് വളർന്ന് നാടിനെ അറിയാവുന്ന, നാട്ടുകാരെ അറിയാവുന്ന, നാടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും എല്ലാ മുടുക്കും എല്ലാ മുക്കും മൂലയും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇതൊരു അന്യമായ സ്ഥലമല്ല, ആരും എനിക്ക് അന്യരല്ല. എല്ലാവരെയും ഇടയിലേക്ക് ഇറങ്ങി പോകാനും അവരോടൊപ്പം നിൽക്കുവാനും ഈ ഒരു അവസരം ഞാൻ പൂർണ്ണമായും വിനിയോഗിക്കും. എല്ലാവരുടെയും പ്രയാസത്തിലും എല്ലാവരുടെയും സന്തോഷത്തിലും എന്ത് കാര്യത്തിനും സാക്ഷരതയായ നമ്മളുടെ നാടിനോടൊപ്പം എല്ലാവരോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം, മത്സ്യത്തൊഴിലാളികളോടൊപ്പം, തീരദേശ പ്രദേശത്തിനോടൊപ്പം എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങൾക്കും ഒന്നിച്ച് നിൽക്കുവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിന് എല്ലാവരുടെയും പിന്തുണയാണ് ആവശ്യം. അത് തീർച്ചയായും എല്ലാ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനോടൊപ്പമാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതിന് എല്ലാവരും എന്നോടൊപ്പമുണ്ട്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുവാൻ വലിയ വെല്ലുവിളിയും കൂടിയാണ് അങ്ങേ പാർട്ടി മുന്നണിയെ കേൾപ്പിക്കുന്നത്. വെല്ലുവിളി എന്ന് പറയുന്നത് പാർട്ടിക്ക് പാർട്ടിയുടേതായ ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ സഖാവ് പറഞ്ഞതുപോലെ എല്ലാ കെട്ടറപ്പുമുള്ള ഒരു പാർട്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സിറ്റിംഗ് സീറ്റ് തീർച്ചയായും നമുക്ക് തുടരാൻ മുന്നോട്ട് എന്ന മുദ്രാവാക്യം തന്നെയല്ലേ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായും മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. ഇല്ല ഒരിക്കലും ഇല്ല. 140-ൽ 3 എന്ന് പറയുന്നത് മുഴുവനാവത്തില്ലല്ലോ, വളരെ കുറച്ചല്ലേ ആവുന്നുള്ളൂ. തമിഴ്നാടല്ലല്ലോ. രാഷ്ട്രീയ വിശ്വാസി ഇടതുപക്ഷ പ്രവർത്തകനാണ്, ഒക്കെ ശരിയാണ്, ഇടതുപക്ഷ അനുഭാവിയാണ്, അപ്പോൾ തന്നെ സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ്. അതെ, സിനിമാ നടനാണ്. അതിന്റെ ഒരു പശ്ചാത്തലം കൂടി മണ്ഡലത്തിൽ ഗുണം ചെയ്യുമോ ആ ഒരു ബന്ധങ്ങൾ? സിനിമ എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അധ്യാപകനാണ്, സിനിമ അഭിനേതാവാണ്. ഇതെല്ലാം ഒരു സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തും അവസാനം നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഒരു മാധ്യമങ്ങൾ തന്നെയായിരുന്നു അധ്യാപന ജീവിതവും സിനിമാ ജീവിതവും. അത് നമ്മൾ കൂടുതലും സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. താങ്ക് യു ആൾ. എല്ലാവരുടെയും എപ്പോഴും അനുഗ്രഹിക്കുന്നു.